നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഏകാദശി വ്രതം, വൈകുണ്ഠ ഏകാദശി വ്രതം. നമ്മുടെ പാപങ്ങളെ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത വ്രതമാണ് ഈ വൈകുണ്ഠ ഏകാദശി വ്രതം എന്നുള്ളത് നമ്മളിൽ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പലരും ഇന്നലെ വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചവരും ഉണ്ടാകും. ഇനി അഥവാ ഇന്ന് വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിച്ച് വഴിപാടുകളും പൂജകളും ക്ഷേത്ര ദർശനങ്ങളും നടത്തുന്നവരും നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിച്ചവരും അല്ലാത്തവരും രാത്രി 12-ന് മുന്നേ 27 പ്രാവശ്യം ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. ഇത് തിരുനാമമല്ല, മന്ത്രജപമാണ്. ശുദ്ധമായിരിക്കുന്ന സമയത്ത് മാത്രമേ ഈ മന്ത്രം ജപിക്കാൻ സാധിക്കുകയുള്ളൂ. പീരിയഡ്സ് ആണ്, അല്ല ഞങ്ങൾ അറിയാതെ നോൺ വെജ് ഇന്ന് കഴിച്ചു പോയി എന്ന് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലരുത്. കാരണം അതിന് ഞാൻ വേറെ ഒരു തിരുനാമം ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞു തരാം. വൈകുണ്ഠ ഏകാദശി ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. അതുമാത്രമല്ല, ഈ ദിവസം മരിക്കുന്നവർക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുമെന്നും പറയപ്പെടുന്നു. കൂടാതെ സ്വർഗവാസൽ അല്ലെങ്കിൽ സ്വർഗവാതിൽ തുറക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇത്. വർഷത്തിൽ ഒരു തവണ മാത്രം ശ്രീരംഗം ക്ഷേത്രത്തിൽ വർഷത്തിൽ ഒരു തവണ മാത്രം സ്വർഗവാതിൽ തുറക്കുന്നത്. അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലും സ്വർഗവാതിൽ തുറക്കുന്നത് ഇന്നലെയാണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരിക്കുന്നത്. മാത്രമല്ല 10 ദിവസം തുടർച്ചയായിട്ടും ഈ ഒരു സ്വർഗവാതിൽ തുറന്നിരിക്കുമെന്നും ഈ ദിവസത്തിൽ ഭഗവത് ദർശനം നടത്തി ഈ പുണ്യവാതിലിലൂടെ നമ്മൾ നുഴഞ്ഞു കയറി വെളിയിലേക്ക് പ്രവേശിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ കുറേയേറെ വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് എല്ലാം തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുകൂടാതെ കുചേലൻ അവൽ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിച്ച ഒരു ദിവസമായിട്ടും വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇനി അതുമാത്രമാണോ, ഭഗവത്ഗീതയിലെ തത്വങ്ങൾ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ച ദിവസമായിട്ടും പറയപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മാഴ്വാർ എന്ന് പറയും ഈ ദിവസമാണ് വിഷ്ണുവിൽ ലയിച്ചത്. ഇത് ഓർമ്മിക്കാനായിട്ടാണ് വിഷ്ണു ക്ഷേത്രങ്ങളിൽ വൈകുണ്ഠ ദ്വാരം സ്ഥാപിക്കുന്നത്. ഇങ്ങനെ എത്ര പറഞ്ഞാലും മതിവരാത്തത്രയും അത്ഭുത ഫലങ്ങളാണ് ഈ ഒരു ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, പലർക്കും പല കാരണങ്ങൾ കൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാതെയും വരുന്നുണ്ടാകാം. എങ്കിലും സാരമില്ല, മനസ്സിൽ ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവത് നാമങ്ങൾ ജപിച്ചാൽ നമുക്ക് പരിപൂർണമായ ഫലം ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാനിവിടെ ഇപ്പോൾ പറയുവാൻ പോകുന്നത്, നമ്മൾ ഇന്ന് ഏകാദശി വ്രതം അനുഷ്ഠിച്ചാലും അല്ലെങ്കിൽ രാത്രി 12-ന് മുന്നേ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രജപമാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ ശുദ്ധമായിരിക്കുകയാണെങ്കിൽ മാത്രമേ ഈ മന്ത്രം ജപിക്കാവൂ എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതായത് വിഷ്ണു ഭക്തർ എല്ലാവരും തന്നെ വിഷ്ണു സഹസ്രനാമം ഇതുപോലെ ഏകാദശി ദിവസങ്ങളിൽ ജപിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നിത്യവും ചൊല്ലുന്നവരുണ്ടാകും. ഇനി അഥവാ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലുന്നവരുണ്ടാകും. ഇങ്ങനെ ഓരോ പ്രത്യേക ദിവസങ്ങളിലായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ദിവസങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടോ ഇനി നിത്യവുമോ നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവരുണ്ടാകും. പക്ഷേ പലർക്കും വിഷ്ണു സഹസ്രനാമം എങ്ങനെ ജപിക്കണം, എന്താണ് എന്നൊന്നും തന്നെ അറിയില്ല. പക്ഷേ അവർക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിനെന്താണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ചൊന്നും തന്നെ അവർക്കൊരു ധാരണ ഇല്ലാതെ ഉണ്ടാകും. ഇനി അഥവാ നമ്മൾ വിഷ്ണു സഹസ്രനാമം ഇതുവരെയും ജപിച്ചിട്ടില്ല, ഈ ഏകാദശി വ്രതത്തിൽ ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ നമുക്ക് എത്രമാത്രം പുണ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയും. എങ്കിലും അതിനുള്ള ആ ഒരു ഭാഗ്യം ഇതുവരെയും കൂടി എത്തിയിട്ടില്ല എന്ന് പറയുന്നവർ ഇന്ന് ഞാനിവിടെ പറയുന്ന ഈ മന്ത്രം 21 പ്രാവശ്യം ചൊല്ലി നോക്കൂ. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിച്ചതിൻ്റെ ആ ഒരു ഫലം നിങ്ങളിലേക്ക് എത്തിച്ചേരും. അതുമാത്രമല്ല, ഇന്ന് ഏകാദശി തിഥി കൂടി ആയതിനാൽ ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിന് ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. ഇതൊന്നും നിങ്ങൾ ഇന്ന് മറക്കാതെ ജപിച്ചു നോക്കേണ്ട ഒരു മന്ത്രമാണ്. 27 പ്രാവശ്യമാണ് ജപിക്കേണ്ടത്. പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങനെ. ഇനി പൂജാമുറിയിൽ ചെല്ലാൻ പറ്റുന്നില്ല, ഇനി രാത്രി ഉറങ്ങുന്നതിന് മുന്നേയാണ് ഞാൻ ഇത് ചൊല്ലുന്നത് എന്ന് പറയുകയാണെങ്കിൽ ശുദ്ധമായ ഒരു സ്ഥലത്ത് ഒരു തുണിയോ ഒരു മനപ്പലകിയോ ഇട്ട് നമ്മൾ കിഴക്കു ദിശയോ വടക്കു ദിശയോ നോക്കി ഇരുന്നു കൊണ്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം 27 തവണ നമുക്ക് മനസ്സൊരുക്കി ജപിക്കാവുന്നതാണ്. ഏതെങ്കിലും പ്രശ്നങ്ങൾ മാറിക്കിട്ടണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ടോ ഇനി ഏതെങ്കിലും കാര്യങ്ങൾ നിറവേറിക്കിട്ടണമെന്ന് നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ടോ ഒന്നും തന്നെ നിങ്ങളിത് ചൊല്ലണ്ട. ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ ഒരു നാമാവലി അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമത്തിലെ ഈ ഒരു വരികൾ ചൊല്ലിയാൽ മതിയാകുന്നതാണ്.
ആ മന്ത്രം ഇതാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമനാമ വരാനന ഓം നമ ഇതി. ഈ ഒരു മന്ത്രമാണ് നമ്മൾ ഇന്ന് 21 പ്രാവശ്യം ജപിക്കേണ്ടത്. ഇനി അതിന് കഴിയില്ലാത്തവർ 3 പ്രാവശ്യം ജപിക്കുക. അതായത് ഒരിക്കൽ ശ്രീ പാർവതീദേവി പരമേശ്വരനോട് ചോദിച്ചു, വിഷ്ണു സഹസ്രനാമം പണ്ഡിതനായിട്ടുള്ളവർക്കല്ലേ നിത്യവും ചൊല്ലുവാൻ കഴിയുകയുള്ളൂ? സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും എപ്പോഴും ചൊല്ലുവാൻ ബുദ്ധിമുട്ടല്ലേ എന്നുള്ള ചോദ്യത്തിന് ഭഗവാൻ മറുപടിയായിട്ട് കൊടുത്തത് ഇങ്ങനെയാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ശ്രീരാമനാമ വരാനന ഓം നമ ഇതി എന്നുള്ള ഈ മന്ത്രം ഭക്തിയോടെ 3 തവണ ജപിക്കുന്നതിലൂടെ വിഷ്ണു സഹസ്രനാമ ജപപുണ്യം സാധാരണക്കാർക്ക് ലഭ്യമാകും. മരാ മരാ എന്ന് ചൊല്ലി കാട്ടാളനായിരുന്ന വാൽമീകി മുനിയായതും പിന്നീട് രാമായണം രചിച്ച കഥയും നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അതായത് ഹൈന്ദവ പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തികളാണ് ശിവഭഗവാനും വിഷ്ണു ഭഗവാനും. ദേവീദേവന്മാരെ ആരാധിക്കാനുള്ള പ്രധാനപ്പെട്ട മന്ത്രങ്ങളാണ് ഈ മൂലമന്ത്രങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ശിവഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം നമ ശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം നമ്മൾ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണ എന്നുള്ള മൂലമന്ത്രവും ചൊല്ലാറുണ്ട്. ഈ 2 മന്ത്രത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ അക്ഷരമുണ്ട്. ഇതിന് ബീജാക്ഷരം എന്നാണ് പറയുന്നത്. നമശിവായ മന്ത്രത്തിൽ നിന്നും ബീജാക്ഷരമായ മാ എന്നുള്ള ആ ഒരു വാക്ക് മാറ്റിയാൽ ഓം നമശിവായ എന്നതിനു പകരം ഓം നശിവായ എന്നാകും. നശിവായ എന്നാൽ എന്താണ് അർത്ഥം? നാശമാകട്ടെ എന്നാണ് അർത്ഥം. പക്ഷെ അതിനോടൊപ്പം ഓം നമശിവായ എന്നാൽ എന്താണ്? ഭഗവാന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു വാക്ക് മാറിയാലുള്ള വ്യത്യാസമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഓം നമോ നാരായണ എന്ന മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രാ എന്ന് എടുത്തു മാറ്റിയാൽ ഓം നമോ നാരായണ എന്നതിനു പകരം ഓം നമോ നാരായണയ എന്നാകും. തനിക്ക് മുന്നിൽ ഒരു വഴിയുമില്ല എന്നാണ് ഓം നമോ നാരായണയ എന്നുള്ളതിൻ്റെ അർത്ഥം. ഓം നമോ നാരായണയുടെ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ രായും ഓം നമ ശിവായ മന്ത്രത്തിൻ്റെ ബീജാക്ഷരമായ മായും യോജിപ്പിച്ച് രാമ എന്ന പേരാണ് വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രന് ചാർത്തിയിരിക്കുന്നത്. വൈഷ്ണവ ശക്തിയും ശൈവശക്തിയും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന നാമമാണ് രാമനാമം. അതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമത്തിന് തുല്യമാണ് താരകമന്ത്രം എന്നറിയപ്പെടുന്ന ഈ രാമ രാമ രാമേതി എന്ന് തുടങ്ങുന്ന ഈ ഒരു മന്ത്രം എന്ന് പറയുന്നത്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവർ ഇത് തീർച്ചയായിട്ടും നിത്യവും ചൊല്ലാതെ കടന്നു പോകുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അറിയാം. ഇനി ഇതുവരെയും ചൊല്ലാത്തവർ ഉണ്ടെങ്കിൽ പോലും ദിവസവും 3 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ വിഷ്ണു സഹസ്രനാമം പരിപൂർണമായും ജപിച്ചതിൻ്റെ ഫലം നമ്മളിലേക്ക് വന്നു ചേരും. ഇത് വേറെ ആരും പറഞ്ഞതല്ല, ശിവഭഗവാൻ പാർവതി ദേവിയോട് പറഞ്ഞ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇതുവരെയും ചൊല്ലിയിട്ടില്ലെങ്കിലും സാരമില്ല, ഭക്തിയോടുകൂടിയും ശുദ്ധമായും മനസ്സോടുകൂടിയും ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കഷ്ടപ്പാടുകളാണെങ്കിലും അത് മാറിക്കിട്ടും. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല. അതുമാത്രമല്ല, ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹവും നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും എന്നുള്ള കാര്യം നിങ്ങളിതൊന്ന് ഇന്ന് ജപിച്ചു നോക്കുക. ഇതുവരെയും ചൊല്ലിയിട്ടില്ല, ഇനി ഇത് ചൊല്ലുന്നതിൽ എന്തെങ്കിലും നമുക്ക് തെറ്റുണ്ടോ എന്നെല്ലാം പലർക്കും സംശയമുണ്ടാകും, സ്വാഭാവികം മാത്രം. പക്ഷേ ഞാനിവിടെ പറയുന്നത് ഇന്ന് ഏകാദശി തിഥി കൂടി ആയതിനാൽ ഭഗവാന്റെ പരിപൂർണ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരുവാനായിട്ട് കുറഞ്ഞത് 3 തവണ, കൂടിയത് 21 പ്രാവശ്യം മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എത്ര വലിയ വിഷമങ്ങളെയും ഭഗവാൻ ഇല്ലാതാക്കി തരുന്നതായിരിക്കും. ഇനി ചിലർ ചോദിക്കും, ഇന്ന് പീരിയഡ്സ് ആണ്, അല്ലെങ്കിൽ പുലവാലായ്മയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ അറിയാതെ നോൺ വെജ് കഴിച്ചു പോയി, ഞങ്ങൾ ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മന്ത്രം എന്നറിയപ്പെടുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം മാത്രം നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ 108 പ്രാവശ്യം ചൊല്ലിക്കിടക്കുക. ഇത് ഭഗവാന്റെ ഒരു തിരുനാമമായിട്ടും അറിയപ്പെടുന്നതിനാൽ തന്നെ ആർക്കു വേണമെങ്കിലും ഇത് ജപിക്കാവുന്നതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം നിങ്ങൾ ഇന്ന് ജപിക്കുക. സമയം കിട്ടുമ്പോഴെല്ലാം ഈ മന്ത്രം ചൊല്ലാമെങ്കിൽ പോലും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഇന്ന് ഉറക്കമൊഴിക്കുന്നവരും ഉണ്ടാകാം,
അങ്ങനെയുള്ളവർ സമയം കിട്ടുമ്പോഴെല്ലാം ഈ മന്ത്രം ചൊല്ലിക്കിടക്കുക. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഇനി അടുത്ത വർഷം, അതായത് 2026 മുതൽക്ക് ഒരു നല്ല തുടക്കങ്ങളുണ്ടാകും, ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും, എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, തിരുനാമങ്ങൾ, തിരുകഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.